മിക്കവാറും നടക്കുന്ന ഒരു സംഗതിയാണ് ഡോക്ടേഴ്സ് 2 ദിവസത്തെ ഫിസിയോതെറാപ്പി പറഞ്ഞിട്ട് പ്രിസ്ക്രിപ്ഷൻ എഴുതി വിടും. അതിൽ മെയിൻ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ബിറ്റ്വീൻ ദ പേഷ്യൻസ് ആൻഡ് ദ ഫിസിയോസ്. പേഷ്യന്റ് പറയും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് 2 ദിവസത്തെ ഫിസിയോതെറാപ്പി പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ 3 ദിവസത്തെ ഫിസിയോതെറാപ്പി പറഞ്ഞിട്ടുള്ളൂ, വിച്ച് ഇസ് ഫോർ എ ക്രോണിക് കണ്ടീഷൻ ലൈക്ക് ബാക്ക് പെയിൻ അല്ലെങ്കിൽ ഷോൾഡർ പെയിൻ, അങ്ങനത്തെ കണ്ടീഷൻ ആയിരിക്കും. 3 ദിവസം കഴിയുമ്പോൾ പേഷ്യന്റ് ഫിസിയോന്റെ അടുത്ത് ചോദിക്കും എന്റെ പെയിൻ കുറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളത്. തിരിച്ച് ഫിസിയോ ചോദിക്കുന്നത് ഈ 3 ദിവസം കൊണ്ട് എങ്ങനെ കുറയ്ക്കും എന്നുള്ളത്. ഇത് ഡോക്ടർക്കും അറിയാം ഈ ഒരു സംഗതി ഇത് കുറയില്ല, ഇത് ടൈം ടേക്കിംഗ് ആണ്, ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് പ്രോസസ്. ഒരു കാര്യം മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ മാനേജ്മെന്റ് അല്ല റൂട്ട് കോസ് മാനേജ്മെന്റ് എന്നുള്ളത് പേഷ്യൻസ് മനസ്സിലാക്കിയിരിക്കുക. 3 days അല്ലെങ്കിൽ 4 days ഒരു ബാക്ക് പെയിൻ റിക്കവർ ആവും എന്ന് പറയുന്നത് അത് ശുദ്ധ മണ്ടത്തരാണ്, അത് പറ്റിക്കലാണ്. ഓക്കെ, ഒരു L4 L5 പേഷ്യന്റ് ഡിസ്പൾജ് ഉള്ള പേഷ്യന്റിന് പെയിൻ മാനേജ്മെന്റ് കഴിഞ്ഞാൽ ഒരു 3 to 4 months നല്ല രീതിയിൽ റീഹാബ് ചെയ്താലാണ് ആ L4 L5 ഡിസ്പൾജിന്റെ അവിടേക്കുള്ള സിംറ്റംസ് നല്ല രീതിയിൽ കുറയുള്ളൂ. It will take such long time depending upon your age, your weight, pelvic tilt, your job nature, ഇരിക്കുന്ന രീതി, ബിഹേവിയേഴ്സ്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിലത്തെ ഇന്റൻസിറ്റി കുറയുള്ളൂ. ഇത് മനസ്സിലാക്കാതെ 3 days അല്ലെങ്കിൽ 2 days കൊണ്ട് പെയിൻ മാറ്റാം എന്ന് പറയുന്ന എല്ലാ ട്രീറ്റ്മെന്റ്സുകളും ഇസ് ജസ്റ്റ് ചീറ്റിംഗ് യു സോ ദാറ്റ് യു ആർ ഗെറ്റിംഗ് റിസൾട്ട് ഇൻ ടേംസ് ഓഫ് പെയിൻ മാനേജ്മെന്റ്. പക്ഷെ ഇറ്റ് വിൽ കം ബാക്ക്. അത് കഴിയുമ്പോൾ അത് വരുന്നതിന്റെ ഇന്റൻസിറ്റി അത് ഇത്രയും കൂടി കൂടുതലായിരിക്കും ഫസ്റ്റ് വന്നതിനേക്കാളും. സോ പ്ലീസ് ബി അവെയർ ഓഫ് ഇറ്റ്.